ഈ വരുന്ന ചിങ്ങമാസത്തിൽ മിഥുനക്കൂറുകാർക്ക് മകയിര ഒടുവിലത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം ആദ്യത്തെ 45 നാഴിക ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് 2-ൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 10-ലാണ് ശനിയുടെ സ്ഥിതി. പൊതുവെ ഈ ചിങ്ങമാസം അനുകൂലമായിട്ട് കാണപ്പെടുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ധനപരമായി പല നേട്ടങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടപ്പിലാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും അതിൽ നന്നായി മുമ്പോട്ട് പോകാൻ അവസരമുണ്ടാകും. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല വിജയസാധ്യതയാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിൽ പലർക്കും ഈ മാസം തന്നെ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തേക്കും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ പ്രവർത്തന രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ കൂടുതൽ സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ഔദ്യോഗികമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെടും. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങൾക്ക് കുറെ കൂടി ഊഷ്മളതയും അത് സഫലമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വരാനിരിക്കുന്ന ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പുരോഗതി എല്ലാ കാര്യങ്ങളും ലഭിക്കാവുന്നതായിട്ടാണ് കാണുന്നത്. സമഗ്രമായ രാശി ചിന്ത ചെയ്ത് വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക.